ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വിമ്മിംഗ് ബോർഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫ്രിൽഡ് സ്ലീവ് വരുന്ന ഫുൾ ഫ്ലെയർ ആയിട്ടുള്ള ഒരു അംബ്രല്ല ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത്. 7 വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് ഈ ഫ്രോക്ക് തയ്ക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. ഞാനത് നിവർത്തി കാണിച്ചു തരാം കേട്ടോ. ആദ്യം തുണി ഇതുപോലെ വീതി കൂടിയ ഭാഗത്തേക്ക് 2ആയിട്ട് മടക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ മടക്കിയെടുക്കുക. ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ തുണി വിരിച്ചിടാൻ. നമ്മുടെ ഈ ചാനലിൽ ബിഗിനേഴ്സിനായിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും ഞാൻ വളരെ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ പറയുന്നതാണ് കേട്ടോ. തുണി നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഇതുപോലെ പിൻവെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രോക്കിൻ്റെ താഴത്തെ ഫ്ലയർ നമ്മൾ ഇവിടെയാണ് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ടോപ്പ് സൈഡ് നമ്മൾ താഴെ നിന്നും മുകളിലേക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ടോപ്പ് സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തുണി 4ആക്കി മടക്കി ഫ്ലെയർ കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇവിടെ ബാക്കി വരുന്ന തുണിയിൽ നമുക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബോഡി പാർട്ടിലെ വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യണം. എൻ്റെ മോളുടെ വേസ്റ്റ് ലെങ്ത്ത് 11 ഇഞ്ചാണ്. ഞാൻ അതിൻ്റെ കൂടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചും സ്കേർട്ട് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള 1/2 ഇഞ്ചും കൂട്ടി 12 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ബോഡിയിൽ നിന്നും ഷോൾഡർ അളവെടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 10 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഹാഫാണ് മാർക്ക് ചെയ്യുന്നത്. 10ൻ്റെ ഹാഫ് 5 ഇഞ്ച്. അതിൻ്റെ കൂടെ സ്ലീവുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് നമ്മൾ 5.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ലൈൻ വരച്ചെടുക്കാം. ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ള 5.5 ഇഞ്ച് തന്നെ നമുക്കിവിടെ ആം ഹോൾ ലൈനായിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ഇഞ്ച് കൂടി കൂട്ടി 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഫ്രിൽഡ് സ്ലീവാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കുന്നത്. ഈ ലൈനിൽ തന്നെ നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. എൻ്റെ മോളുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് 30 ഇഞ്ചാണ്. 30നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7.5 ഇഞ്ച്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഞാൻ ബോഡി ലൂസിന് വേണ്ടി വിടുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 8 ഇഞ്ചോട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സീം അലവൻസ് ആയിട്ട് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രോക്കിൽ നിന്നാണ് അളവെടുക്കുന്നതെങ്കിൽ അതേ അളവിൽ തന്നെ മാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എക്സ്ട്രാ ലൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആം ഹോൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കാം. ആം ഹോൾ കർവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കർവ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇവിടെ ചെസ്റ്റിന് കൊടുത്തിട്ടുള്ള സെയിം മെഷർമെൻറ്റ് തന്നെയാണ് ഞാൻ വേസ്റ്റ് വിത്തായിട്ടും കൊടുക്കുന്നത്. കാരണം നമ്മൾ ബാക്ക് സൈഡിൽ തുണിയിൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല. മുകളിൽ ഞാൻ 8 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ആ സെയിം 8 ഇഞ്ച് തന്നെ നമ്മൾ താഴെയും കൊടുക്കുകയാണ്. കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പോയിന്റുകൾ തമ്മിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അടുത്തത് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. എൻ്റെ മോളുടെ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചിൽ തന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് വൈഡായിട്ട് നമ്മുടെ ഷോൾഡറിൽ നിന്നും താഴേക്ക് കൈയിൻ്റെ സൈഡിലേക്ക് വരെ ഇറങ്ങി വരും. 3 ഇഞ്ച് നെക്ക് വിഡ്ത്താണ് വേണ്ടതെങ്കിൽ 1/4 ഇഞ്ച് കുറച്ചിട്ട് 2.25 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ക്രോസ് പീസ് വെച്ചിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ നെക്ക് മറിച്ചടിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് 3 ഇഞ്ച് തന്നെ നമ്മുടെ നെക്ക് വിഡ്ത്ത് കിട്ടും കേട്ടോ. ഇനി അവിടെ നിന്നും താഴേക്ക് നമുക്ക് നെക്കിന് വേണ്ട ഡെപ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 4 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കായിട്ട് മാർക്ക് ചെയ്യുന്നത്. അത് ഇതുപോലെ ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ മെത്തേഡിൽ തന്നെ ഞാൻ ബാക്ക് നെക്കും 3 ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഷോൾഡറിൽ സ്ലീവുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുള്ള 1/2 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അടുത്തത് നെക്ക് കട്ട് ചെയ്യാം. ആദ്യം എപ്പോഴും ബാക്ക് സൈഡിൽ നെക്കാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഫ്രണ്ട് പീസ് നമ്മൾ ഇതുപോലെ കയ്യിലെടുത്തതിന് ശേഷം ഫ്രണ്ടിലെ നെക്ക് കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിലെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയർ കട്ട് ചെയ്യാനായിട്ട്
വേസ്റ്റ് വിട്ടൊന്ന് അളന്ന് നോക്കുക. ഇവിടെ എനിക്ക് 8 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ ഫ്ലെയർ കട്ട് ചെയ്യാനായി വെച്ചിട്ടുള്ള ഈ ഒരു തുണിയിൽ മാർക്ക് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഡി പാർട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് എവിടെയാണോ 8 ഇഞ്ച് വരുന്നത് അവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ടേപ്പ് പിടിക്കുമ്പോൾ എവിടെയാണോ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു 8 ഇഞ്ച് വരുന്നത് അവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡിലും, അതായത് ആ കോർണറിൽ നിന്നും രണ്ട് സൈഡിലേക്കും ഒരേ ഇറക്കം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. മടക്കി വെച്ചിട്ടുള്ള ആ തുണിയുടെ പോയിന്റിൽ നിന്നും നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റ് വരയ്ക്ക് എത്രയാണോ നമുക്ക് ഇറക്കം കിട്ടിയിട്ടുള്ളത് ആ ഒരു മെഷർമെൻറ്റ് തന്നെ ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ മാർക്കിങ്ങൾ തമ്മിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് നമുക്ക് ഫ്ലെയറിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇവിടെ എനിക്ക് 20 ഇഞ്ചാണ് സ്കേർട്ട് ലെങ്ത്ത് വേണ്ടത്. അതിൻ്റെ കൂടെ താഴെ മടക്കി അടിക്കാനുള്ള 1 ഇഞ്ച് കൂടി കൂട്ടി 21 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഇങ്ങനെ മാർക്ക് കൊടുത്തതിന് ശേഷം ടേപ്പ് ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്നും ടേപ്പ് ഇതുപോലെ റൗണ്ടിൽ നീക്കി കൊടുത്തിട്ട് വേണം നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. ഞാനിവിടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. സ്കേർട്ടിൻ്റെ താഴത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് സ്കേർട്ടിൻ്റെ മുകൾ ഭാഗം കൂടി കട്ട് ചെയ്യാനുണ്ട്. അതിനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലൈനിൽ നിന്നും 1/2 ഇഞ്ച് മുകളിലേക്ക് പിടിച്ചിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ. മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലൈനിൽ കൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ വേസ്റ്റിൻ്റെ വിത്ത് കൂടിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് കട്ട് ചെയ്യണത്. ഇനി ഇത് നിവർത്തിയിട്ട് നോക്കാം. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്കേർട്ടിൻ്റെ വിത്തും ഇതുപോലെ ടോപ്പിൻ്റെ വിത്തും കറക്റ്റ് തന്നെ അല്ലേ എന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. ടോപ്പും സ്കേർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും തുണിയാണ് നമുക്ക് ബാക്കി കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അതുപോലെ നെക്ക് മറിച്ചടിക്കാനുള്ള ക്രോസ് പീസ് ഫ്രോക്കിൻ്റെ ബാക്കിൽ നമ്മൾ കെട്ടി കൊടുക്കുന്നുണ്ട്. ആ ഒരു കെട്ടിനുള്ള തുണിയും ഫ്രോക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു ഫാബ്രിക് ബട്ടർഫ്ലൈ കൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുള്ള തുണി കൂടി നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ആംഹോൾ ലെങ്ത് എത്രയാണ് കിട്ടുന്നത് നോക്കുക കേട്ടോ. ഫ്രിൽഡ് സ്ലീവിന് നോർമൽ സ്ലീവിനെക്കാട്ടും കുറച്ചുകൂടി തുണി കൂടുതൽ ആവശ്യമുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് 10 ഇഞ്ചാണ് ഒരു സൈഡ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കിട്ടിയ അളവിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ സ്ലീവിൻ്റെ വിത്തായിട്ട് കട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫ്രണ്ട് സ്ലീവ് ഒരു 10 ഇഞ്ച് കിട്ടി. അതുപോലെ തന്നെ ഈ തുണിയുടെ ബാക്ക് സ്ലീവ് വരുമല്ലോ, അവിടെ ഒരു 10 ഇഞ്ച്, അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ 10 ഇഞ്ച് കൂടി എടുക്കുകയാണ്. അത് നമ്മൾ തുണിയിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്ട്രാ 10 ഇഞ്ച് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ടോട്ടൽ 30 ഇഞ്ച്. നിങ്ങൾക്ക് ഇതുപോലെ ആം ഹോൾ അളന്നപ്പോൾ 8 ഇഞ്ചാണ് കിട്ടിയെന്ന് വിചാരിക്കുക. ആ 8ൻ്റെ 3 ഇരട്ടി തുണിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഫ്രണ്ട് സ്ലീവിന് 8 ഇഞ്ച്, ബാക്ക് സ്ലീവിനും 8 ഇഞ്ച്, കൂടാതെ എക്സ്ട്രാ ഒരു 8 ഇഞ്ച് കൂടി. അങ്ങനെ ടോട്ടൽ 24 ഇഞ്ചിലാണ് സ്ലീവിൻ്റെ വിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കാം. ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 1.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനും കൂട്ടിയിട്ട് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഇത്രയും ഭാഗമാണ് 3 ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്നുള്ളൂ. ഈ ഒരു തുണിയിലെ സ്ലീവിന് എത്ര വിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നോക്കാം. നമുക്ക് ഒരു സ്ലീവിൻ്റെ ടോട്ടൽ വിട്ട് 30 ഇഞ്ചാണ്. നമുക്കിവിടെ 23 ഇഞ്ചാണ് ഈ തുണിയിൽ കിട്ടിയിട്ടുള്ളൂ. ഇനി എക്സ്ട്രാ 7 ഇഞ്ച് കൂടി ആവശ്യമുണ്ട്. ഞാനിവിടെ ഈ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതിൽ 4 പീസ് ഉണ്ടായിരിക്കും. ഇതുപോലെ 2 തുണികൾ വീതം 2 തുണീൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് സ്ലീവിന് ആവശ്യമായ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ബാക്കി തുണി കട്ട് ചെയ്ത് കളയാം. ഞാനിവിടെ 30 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി തുണി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തത് ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡിൽ കെട്ട് കൊടുക്കാനുള്ള തുണിയാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സൈഡിൽ നിന്നാണ് ഞാൻ ബാക്കിൽ കെട്ട് കൊടുക്കാനുള്ള തുണി എടുക്കുന്നത്. 3 ഇഞ്ച് ലെങ്ത്താണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തുണിയുടെ വിഡ്ത്ത് 22 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. ഞാനതിവിടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് നെക്ക് മറിച്ചടിക്കാനുള്ള ക്രോസ് പീസ് കട്ട് ചെയ്യണം. അതിനായിട്ട് ഈ ബാലൻസ് ഉള്ള ഈ തുണിയിൽ നിന്ന് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം നമുക്ക് നെക്ക് മറിച്ചടിക്കാൻ എത്ര ക്രോസ് പീസാണ് എടുക്കേണ്ടത് നോക്കാം. അതിനായിട്ട്
ഫ്രണ്ട് നെക്കിൽ നിന്ന് വേണം നമ്മൾ അളവെടുക്കാൻ. ബാക്ക് നെക്ക് എപ്പോഴും ഫ്രണ്ട് നെക്കിനെക്കാളും ചെറുതായിരിക്കുമല്ലോ. ഇതുപോലെ ടേപ്പ് 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി പിടിക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ടേപ്പ് ഇതുപോലെ റൗണ്ടിൽ ചുറ്റി പിടിച്ച് നോക്കുക കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 13 ഇഞ്ചാണ്. 13 ഇഞ്ച് കിട്ടിയിട്ടുള്ളത് ഒരു സൈഡാണ്. ഇനി ബാക്ക് നെക്ക് കൂടിയും കൂട്ടുമ്പോൾ നമുക്ക് 26 ഇഞ്ച് കിട്ടും. 26 ഇഞ്ച് എന്നുള്ളത് നമുക്കൊരു 30 ഇഞ്ചായിട്ട് റൗണ്ട് ചെയ്തെടുക്കാം. ബാക്കി വരുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. നെക്ക് മറിച്ചടിക്കാനുള്ള തുണി എപ്പോഴും നമ്മൾ ഇതുപോലെ ക്രോസിൽ തന്നെ പിടിക്കുക. അല്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കരുത്. ഇതുപോലെ ഒരു സ്കെയിലിൻ്റെ വിടത്തിൽ വേണം നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ. അതായത് ഏകദേശം 1.25 1.5 ഇഞ്ചോ വിത്തിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിതിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഫ്രോക്കിനുള്ള കട്ടിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഫ്രോക്ക് സ്റ്റിച്ചിങ് വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.